ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് എബിൻ മാത്യു. അപ്പോൾ നമ്മൾ നമ്മുടെ സെറ്റ് എക്സാമിന് തയ്യാറെടുപ്പുകൾ വളരെ നന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇനി വെറും 30 ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിൽ ഇനിയുള്ളത്. അപ്പോൾ പരീക്ഷയ്ക്ക് മുമ്പ് നമുക്ക് അവസാന മിനുക്കുപണിയായിട്ട് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യാനായിട്ടുള്ളൊരു സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ പഠനം നോക്കുകയാണെങ്കിൽ വളരെ അടുക്കും ചുറ്റിയോടും നമ്മളൊരു ടൈം ടേബിളിൻ്റെ സഹായത്തോടു കൂടെ നല്ലൊരു പ്ലാനിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇതുവരെ പഠിച്ചു വന്നത്. അപ്പോൾ ആ ഒരു പഠിത്തം നമുക്ക് ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകണം. ഏറ്റവും നന്നായിട്ട് നമുക്ക് പഠിച്ച് നല്ല മാർക്കോട് കൂടി തന്നെ സെറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. അതിന് യാതൊരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ സെറ്റ് എക്സാം പഠനത്തിന് സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും സെറ്റ് ഹിസ്റ്ററി എക്സാമിന് പല വർഷങ്ങളായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ബുദ്ധിസ്റ്റ് സമ്മേളനങ്ങളെപ്പറ്റി അല്ലേ. അപ്പോൾ ഈ ബുദ്ധിസ്റ്റ് സമ്മേളനങ്ങൾ എന്നാണ് നടന്നത്, ആരാണ് വിളിച്ചു ചേർത്തത്, എവിടെ വെച്ചാണ് നടന്നത്, അത് എന്ത് തീരുമാനം എടുത്താണ് പിരിഞ്ഞത്, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ ഒന്ന് പഠിക്കാനായിട്ട് പറ്റുന്നതെന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ നമ്മുടെ ബുദ്ധിസ്റ്റ് കൗൺസിൽസിലേക്ക് വരാം. ഓക്കെ, അപ്പം 4 പ്രധാനപ്പെട്ട ബുദ്ധമത സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ അതിനുശേഷവും പല സമ്മേളനങ്ങളും നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മളോട് ചോദിക്കുന്ന ബുദ്ധമത സമ്മേളനങ്ങൾ പ്രധാനമായിട്ടും 4ആണ്. അപ്പോൾ ബുദ്ധമത സമ്മേളനങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ കൗൺസിൽസ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട് അല്ലേ. ഏത് പേരിലാണ് ബുദ്ധമത സമ്മേളനങ്ങൾ അറിയപ്പെടുന്നത്? എന്താണ്? സാങ്കിതീസ് എന്നാണ്. സാങ്കിതീസ് എന്നാണ് ബുദ്ധമത സമ്മേളനങ്ങൾ അറിയപ്പെടുന്നത്. അപ്പം ബുദ്ധൻ്റെ മരണശേഷമാണ് ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. അപ്പം ആദ്യത്തെ ബുദ്ധമത സമ്മേളനം, രണ്ടാമത്തെ ബുദ്ധമത സമ്മേളനം, 3, 4 ബുദ്ധമത സമ്മേളനങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പഠിക്കാനായിട്ടുള്ള ചില ടിപ്സും കൂടെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരീക്ഷകൾക്ക് ഒരുപാട് സഹായിക്കുന്ന ഒരു ടിപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ബുദ്ധമത സമ്മേളനങ്ങളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ പ്രധാനമായിട്ടും 5 കാര്യങ്ങളാണ് നോക്കുന്നത്. എന്നാണ് ബുദ്ധമത സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്തത്? ഓക്കെ, ആരാണ് ഈ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്ത രാജാവ്? ഇനി ആരാണ് ഈ ബുദ്ധമത സമ്മേളനത്തിന് പ്രസിഡന്റ് ആയിരുന്നത്? അതുപോലെ തന്നെ എവിടെ വെച്ചായിരുന്നു ഈ ബുദ്ധമത സമ്മേളനം നടന്നത്? എന്തായിരുന്നു ഈ ബുദ്ധമത സമ്മേളനങ്ങളെ തീരുമാനിക്കപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത് 483 BC ഓക്കെ, 483 BC ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. ഓക്കെ, മറക്കരുത്, 483 BC ആദ്യത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. ഇനി ആരായിരുന്നു ആദ്യത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാരായിരുന്നു? അത് അജാതശത്രു എന്ന് പറയുന്ന രാജാവാണ്. അജാതശത്രുവാണ്, ഹാരിങ്ക ഡൈനാസ്റ്റിയാണ് അല്ലേ. ഓക്കെ, യെസ്, അജാതശത്രുവാണ് ആദ്യത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്ത രാജാവ്. യെസ്, ഈ ബുദ്ധമത സമ്മേളനത്തിന് പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. ആരായിരുന്നു ഈ ബുദ്ധമത സമ്മേളനത്തിന് പ്രസിഡന്റ് ആയിരുന്നത്? മഹാകശ്യപ, അതുപോലെ ഉപാലി. മഹാകശ്യപയും ഉപാലിയുമായിരുന്നു ആദ്യത്തെ ബുദ്ധമത സമ്മേളനത്തിന് പ്രസിഡന്റ് ആയിരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഇനി എവിടെ വച്ചായിരുന്നു ഈ സമ്മേളനം വിളിച്ചു ചേർത്തത്? യെസ്, അത് രാജഗൃഹത്തിലാണ്. രാജഗൃഹത്തിലാണ് ആദ്യത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത്. അപ്പം എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തു എന്നുള്ളൊരു ചോദ്യം വരാം അല്ലേ. അപ്പോൾ ഇവിടെ ബുദ്ധമതത്തിൽ ബുദ്ധൻ പ്രസംഗിച്ചതും പഠിപ്പിച്ചതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒന്ന് കമ്പൈൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ആദ്യത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ഓക്കെ, അപ്പം കമ്പൈലേഷൻ ഓഫ് വിനയപീതക ആൻഡ് സുത്തപീതക. അപ്പോൾ ബുദ്ധമതത്തിൽ കാനോണിക്കൽ വർക്കുകളുണ്ട്. കാനോണിക്കൽ വർക്കുകൾ
അപ്പോൾ ഈ കാനോണിക്കൽ വർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധൻ്റെ ടീച്ചിങ്സും പ്രീച്ചിങ്സും ഒക്കെയാണ് അതിനകത്തുള്ളത്. അപ്പം അങ്ങനെയുള്ള വർക്കുകളായിട്ടുള്ള വിനയപീഠകയും സുത്തപീഠകയും കമ്പേലി ചെയ്യുന്നത് അല്ലെങ്കിൽ രചിക്കപ്പെടുന്നത് ആദ്യത്തെ ബുദ്ധമത കൗൺസിൽസിലാണ്. ഓക്കെ, യെസ്. അപ്പോൾ ആദ്യത്തെ ബുദ്ധമത കൗൺസിൽ നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ബുദ്ധമത കൗൺസിലിലേക്ക് വരുവാണെങ്കിൽ 100 വർഷങ്ങൾക്ക് ശേഷമാണ് നടക്കുന്നത്. 383 BC-യിലാണ് രണ്ടാമത്തെ ബുദ്ധമത കൗൺസിൽ നടക്കുന്നത്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ബുദ്ധമത കൗൺസിൽ വിളിച്ചു ചേർത്ത രാജാവ് ആരാണ്? കാലശോകനാണ്. കാലശോക. ഓക്കെ, കാലശോകൻ ഏത് ഡൈനാസ്റ്റിയിലെ രാജാവായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ശിശുനാഗ ഡൈനാസ്റ്റിയാണ്. ഓക്കെ, അപ്പം അദ്ദേഹം വിളിച്ചു ചേർത്ത ഈ ബുദ്ധമത സമ്മേളനത്തിന് പ്രസിഡന്റ് ആയിരുന്നത് ആരായിരുന്നു? പ്രസിഡന്റ് ആയിരുന്നത് സഭഗാമിയാണ് കേട്ടോ. സഭഗാമി അല്ലെങ്കിൽ സർവഗാമി എന്നുള്ള പേരൊക്കെ നമുക്ക് പുസ്തകങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. സഭഗാമി എന്ന് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, എവിടെയായിരുന്നു ഈ സമ്മേളനം നടന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ വളരെ പ്രശസ്തമായുള്ളൊരു നഗരത്തിലാണ്. ആ നഗരമാണ് ഏത്? വൈശാലി. വൈശാലിയിൽ വെച്ചായിരുന്നു രണ്ടാമത്തെ ബുദ്ധമത സമ്മേളനം നടക്കുന്നത്. ഓക്കെ, യെസ്. അതുപോലെ ഈ ബുദ്ധമത സമ്മേളനത്തിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധമതം രണ്ടായിട്ട് പിരിയുന്നത് ഈ രണ്ടാമത്തെ ബുദ്ധമത സമ്മേളനത്തിലാണ്. വൈശാലിയിൽ വെച്ച് നടന്ന ബുദ്ധമത സമ്മേളനത്തിലായിരുന്നു, അല്ലേ? ഡിവിഷൻ ഓഫ് സംഘ ഇൻറ്റു തേരാവാദിൻ ആൻഡ് മഹാസാംഖിക. തേരാവാദിൻ എന്നും മഹാസാംഖിക എന്നും രണ്ടായിട്ട് ബുദ്ധമത വിഭാഗങ്ങൾ തിരിയുന്നത് രണ്ടാമത്തെ ബുദ്ധമത കൗൺസിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ് ഈ കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓക്കെ, വളരെ ചുരുക്കമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽസ് ഇതിനുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്, പക്ഷെ അതിലേക്കൊന്നും നമ്മളിപ്പോൾ പോകുന്നില്ല. ഓക്കെ, യെസ്. അപ്പോൾ ഇത്രയും രണ്ടാമത്തെ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കാനായിട്ട് ഉണ്ട്. ഇനി മൂന്നാമത്തെ ബുദ്ധമത കൗൺസിൽ കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ബുദ്ധമത കൗൺസിൽ നടക്കുന്നത് 250 BC-യിലാണ്. 250 BC-യിലാണ് ബുദ്ധമത കൗൺസിൽ മൂന്നാമത് നടക്കുന്നത്. ഇത് വിളിച്ചു ചേർത്ത രാജാവ് വളരെ പ്രധാനപ്പെട്ട ആളാണ്. ആരാണ്? അശോകനാണ്. അശോകനാണ് മൂന്നാമത്തെ ബുദ്ധമത കൗൺസിൽ വിളിച്ചു ചേർക്കുന്നത്. അതുപോലെ തന്നെ ഈ കൗൺസിലിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് ആരാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആരായിരുന്നു? മൊഗല്ലിപുത്ത തിസയാണ്. മൊഗല്ലിപുത്ത തിസയാണ് യെസ് മൂന്നാമത്തെ ബുദ്ധമത കൗൺസിൽ വിളിച്ചു ചേർക്കുന്നത്. എവിടെയാണ് ഇത് വിളിച്ചു ചേർക്കപ്പെട്ടത്? യെസ്, പാടല്ലിപുത്രത്തിലാണ്, അല്ലേ? മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പാടല്ലിപുത്രത്തിലായിരുന്നു മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചു ചേർത്തത്. ഓക്കെ, മൂന്നാമത്തെ ബുദ്ധമത സമ്മേളനത്തിൽ ഏത് പ്രധാനപ്പെട്ട ബുദ്ധിസ്റ്റ് കാനോണിക്കൽ വർക്കാണ് എഴുതപ്പെട്ടത്? അപ്പം ബുദ്ധമതം ആയിട്ട് ബന്ധപ്പെട്ട് ബുദ്ധമതത്തിലെ മൂന്നാമത്തെ പ്രധാനപ്പെട്ട വർക്ക് എഴുതപ്പെട്ടത് ഏത് ബുദ്ധമത കൗൺസിൽ വെച്ചാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ബുദ്ധമത കൗൺസിലാണ്. എഴുതപ്പെട്ട വർക്ക് അഭിധമ്മ പീഠകയാണ്. അഭിധമ്മ പീഠക എഴുതപ്പെടുന്നത് മൂന്നാമത്തെ ബുദ്ധമത കൗൺസിലിൽ വെച്ചാണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഏറ്റവും അവസാനത്തെ ബുദ്ധമത കൗൺസിൽ നടക്കുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ നാലാമത്തെ ബുദ്ധമത കൗൺസിൽ നടക്കുന്നത് എന്നായിരുന്നു? ഫസ്റ്റ് സെഞ്ച്വറി AD-യിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് സെഞ്ച്വറി CE-യിലാണ്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 72-ലാണ്. 72 യെസ് CE-യിലാണ് യെസ് നാലാമത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ നടക്കുന്നത്. ഈ കൗൺസിൽ വിളിച്ചു ചേർത്തത് ആരായിരുന്നു? യെസ്, ഈ കൗൺസിൽ വിളിച്ചു ചേർത്തത് കനിഷ്കനാണ്. കുഷാൻ രാജാവായിരുന്ന കനിഷ്കനായിരുന്നു നാലാമത്തെ ബുദ്ധമത കൗൺസിൽ വിളിച്ചു ചേർത്തത്. ഓക്കെ, ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നതോ? ഇതിൻ്റെ പ്രസിഡന്റ് ആയിരുന്നത് വസുമിത്രനാണ്. വസുമിത്രൻ. ഓക്കെ, വസുമിത്രൻ. ഓക്കെ, ഇനി ഇത് ഏത് സ്ഥലത്തായിരുന്നു വിളിച്ചു ചേർത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ കാശ്മീരിലാണ്. കാശ്മീരിലാണ് നാലാമത്തെ ബുദ്ധമത കൗൺസിൽ വിളിച്ച് ചേർക്കുന്നത്. ഓക്കെ, യെസ്. ഇനി ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം ഈ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് നടന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിവിഷൻ ഇൻറ്റു 2 സെക്ട്സ്, 2 വിഭാഗങ്ങളായിട്ട് വീണ്ടും എന്ത് ചെയ്തു? ബുദ്ധിസ്റ്റ് സംഘം ഡിവൈഡ് ചെയ്യപ്പെട്ടു അല്ലെങ്കിൽ സ്പ്ലിറ്റായി.
ഏത് വിഭാഗങ്ങളൊക്കെ ആയിരുന്നു അതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹീനയാനവും മഹായാനവും എന്നുള്ള പേരിൽ ബുദ്ധിസ്റ്റ് സംഘ വീണ്ടും ഡിവൈഡ് ചെയ്യപ്പെട്ടു. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ രണ്ട് സ്പ്ലിറ്റുകളെ പറ്റി പഠിച്ചു. ബുദ്ധമതത്തിലെ 2 സ്പ്ലിറ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഒന്നാമത്തെ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ കൗൺസിൽ, രണ്ടാമത്തെ സ്പ്ലിറ്റ് ഉണ്ടാകുന്നത് 4ാമത്തെ കൗൺസിലിൽ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ബുദ്ധമത കൗൺസിൽസിനെ കൃത്യമായിട്ട് പഠിക്കേണ്ടത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിനകത്തെ പ്രസിഡന്റുമാരെ പഠിക്കാനായിട്ട് ഒരു ചെറിയൊരു കോഡും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത് നോക്കുക. ഒന്നാമത്തെ കൗൺസിൽ മഹാകശ്യപനും ഉപാലിയാണ്. രണ്ടാമത്തത് സഭഗാമി അല്ലെങ്കിൽ സർവഗാമി എന്ന് നമ്മൾ പഠിച്ചു. മൂന്നാമത്തത് മൊഗല്ലിപുത്ത തിസയുടെ കാര്യം നമ്മൾ പറഞ്ഞു. 4ാമത്തത് വസുമിത്രയാണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇവരുടെ എല്ലാം പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ച് നമുക്കിവരെ പഠിക്കാം. ആദ്യത്തെ മഹാകശ്യപ അല്ലേ, മഹാകശ്യപ. അതുപോലെ രണ്ടാമത്തത് സഭഗാമി അല്ലേ. മൂന്നാമത്തത് മൊഗല്ലിപുത്ത തിസ അല്ലേ, മൊഗല്ലിപുത്ത തിസ. 4ാമത്തത് വസുമിത്ര. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെ MSMV എന്ന് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഏത് കൗൺസിലാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ പ്രസിഡന്റുമാരെ തെറ്റാതെ കൃത്യമായിട്ട് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 4 പേരുടെ കാര്യം പഠിച്ചാൽ മതി. ഓക്കെ, MSMV എന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, MSMV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ബുദ്ധമത കൗൺസിലുകളുടെ പ്രസിഡന്റുമാരുടെ പേരായി. ഓക്കെ, എപ്പോഴും പ്രസിഡന്റുമാരുടെ കാര്യമാണ് ചോദിക്കുന്നത്. പിന്നെ ഈ വർഷങ്ങൾ കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ നടക്കുന്നത് 483 ആണ് കേട്ടോ, 483 BC ആണ്. ഓക്കെ, യെസ്. രണ്ടാമത്തെ 383, 100 വർഷങ്ങൾക്ക് ശേഷം. അത് പഠിക്കാൻ എളുപ്പമാണ് അല്ലേ. മൂന്നാമത്തെ നടക്കുന്നത് 250, അശോകൻ്റെ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലേ. 4ാമത്തെ നടക്കുന്നത് കനിഷ്കൻ്റെ കാലഘട്ടത്തിലാണ്, 72 CE-യിലാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാരണവശാലും ബുദ്ധമത കൗൺസിൽസിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ നമ്മൾക്ക് തെറ്റത്തില്ല. ഓക്കെ, യെസ്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഓക്കെ, സെറ്റ് എക്സാമിന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇനി നമുക്ക് 30 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 30 ദിവസങ്ങൾ കൊണ്ട് നല്ല രീതിയിൽ നമ്മൾക്ക് പഠിച്ച് തീർക്കാനായിട്ട് വീണ്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങൾക്ക് 30 ദിവസത്തെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസുകളുണ്ടാകും. ഓക്കെ, നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ടുള്ള സെഷൻസൊക്കെ ഇതിനകത്ത് ഉണ്ട്. ഏതൊക്കെ വിഷയങ്ങളിലാണ് ക്ലാസ്സുകളുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, നമ്മൾക്ക് മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ്, എക്കണോമിക്സ്, കൊമേഴ്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി, ഹിസ്റ്ററി പ്ലസ് ജനറൽ പേപ്പറിൻ്റെ ക്ലാസ്സുകളാണ് നമ്മൾക്ക് ഉള്ളത് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ ഈ ഒരു അവസരം നന്നായിട്ട് വിനിയോഗിക്കുക. കോഴ്സിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു ചോദിക്കുക, എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യുക. മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കാനുണ്ട്. നമുക്കറിയാം ക്രിസ്മസിൻ്റെയൊക്കെ ഒരു സമയമാണ്, വലിയൊരു ആഘോഷത്തിൻ്റെയൊക്കെ സമയമാണ് അല്ലേ. അപ്പോൾ ആഘോഷത്തിൽ നമ്മളും മാറി നിൽക്കുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ഓഫറുമായിട്ടാണ് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വന്നിട്ടുള്ളത്. അതായത് നമ്മുടെ ടീച്ചിങ് കോഴ്സുകൾക്ക്, ടീച്ചിങ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നല്ലൊരു ഓഫറാണ്. നമ്മുടെ കോഴ്സുകൾക്ക് 30% വരെ അപ് ടു 30% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഈ അവസരം നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടമാക്കരുത്. എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക. എത്രയും വേഗത്തിൽ നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്യുക. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. അപ്പം തീർച്ചയായിട്ടും എല്ലാവർക്കും നന്നായിട്ട് പരീക്ഷ എഴുതാനായിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുന്ന കാര്യവും മറക്കരുത്. ഓക്കെ, അപ്പോൾ വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.